വീട്ടിലുള്ള കുഞ്ചും കുഞ്ഞമ്മയും പഞ്ചായത്തിൽ പോകാന് രണ്ടുപേരും ചുണ്ടി നടന്നുപോയി. തെണ്ടി നടന്നു വന്ന് ഏതപ്പട്ടി കുഞ്ചുവിനെ കണ്ടപ്പാടെ ഓടിപ്പഞ്ഞിങ്ങെടുത്തു ഉണ്ണിക്ക് ആഞ്ഞൊരു കമ്പ് കമ്മി. പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ. കരളിൻ്റെ കാതലേ. ആരിരാരോ രാരിരോ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ. ഇങ്ങനെ ആസ്വദിക്കുന്നല്ലോ, കൊള്ളാവുന്നോ എന്തെങ്കിലും വാതറൊന്നും പറയുന്നില്ല. സൂപ്പർ പാട്ടാണ്, നല്ല ഉഗ്രം പാട്ടാണ് നിന്റെ പാട്ട് കേട്ടോ. നമ്മളൊക്കെ എന്നാ പാട്ടുകാരൻ. ഈ പാട്ടൊക്കെ വരുമ്പോ എനിക്ക് തന്നെ ആഗ്രഹം എന്നറിയാം, അതിനകത്ത് പോയി പാടണമെന്നും. നീ പാടിക്കോടി, നീ ധൈര്യമായിട്ട് പാടിക്കോ. നിന്റെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും എല്ലാം കേട്ടിട്ട് നിന്നെ പുകഴ്ത്തട്ടെ. നാട്ടുകാർ മൊത്തം മനുഷ്യ നിങ്ങളെ ഇട്ടേച്ച് ഞാൻ ഇവിടെ പാടാൻ നടന്നു കഴിഞ്ഞാല് നിങ്ങൾ ആരും നോക്കൂന്നായി പറയുന്നത്. ഞാൻ പാട്ട് പറ്റാൻ നടന്നാൽ മതിയോ പാട്ടുകാർ? അന്നേരം ഞാൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ഏത് പെണ്ണിനെ വിളിച്ചോണ്ട്? നിങ്ങളെ വീട്ടിൽ അപ്പുറത്ത് വരും പെണ്ണി വരും. 85 വയസ്സായി, ഇനി ആരാനെ വിളിച്ചോണ്ട് വരാൻ പോവാ? നിങ്ങൾ ആര് ഈ മുളകെടുത്തോണ്ടെങ്കിൽ ഞാൻ വേണ്ടാത്തൊക്കെ തേച്ചാൽ മൂക്കിനകത്ത് എന്നാ ഞാൻ അവളെ വിളിച്ചോണ്ട് വരുന്നില്ല. തീർന്നല്ലോ, നിന്റെ പരാതി തീർന്നില്ലേ? ഇതൊക്കെ തന്നെ ഞാൻ എങ്ങും പോകാതെ ഇവിടെ കിടന്ന് അടിച്ച് കിടക്കുന്നത്. ഇടിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. തീരും ഒരു കാലമോമനേ കണ്ണാടി മറയ്ക്കും സാമ്രാജ്യം കൈവന്നടാ വന്നടാ. നീ മൊബൈലിനകത്ത് കാണിക്കുന്നത് കണ്ടോ? നിന്റെ പടം അവൻ എടുക്കുന്നത് മൊബൈലിൽ പഠിക്കുന്ന വീഡിയോ എടുത്ത് പാട്ടെടുത്ത് വീഡിയോ എടുക്കുന്ന വീഡിയോ. നീ ഞാൻ കുളിക്കുന്നല്ലോ, നീ വീഡിയോ കണ്ട് എടുത്തിട്ടുള്ളത്. ഇവനോ? ഇവനെടുത്തായിരുന്നു. ഞാനൊന്നും അല്ല, പിന്നെ നിന്നെ പോലെ ഒരാളെ വന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അല്ല, നീ ഇതിപ്പോ എന്തിനാ നീ മൊബൈലിനകത്ത് എടുക്കുന്നത് ഇവിടെ പാട്ട്? അപ്പച്ചന്റെ അമ്മച്ചിന്റെ വീഡിയോ എടുത്ത് നല്ല സൂപ്പറായിട്ട് അമ്മച്ചി പാടുന്നുണ്ട്. അതവള് പാടിക്കോളൂ, അവള് നല്ല പാട്ടുകാരി. അത് ഇട്ട് കഴിഞ്ഞാൽ വൈറലാവുന്നു. അങ്ങനെ നീ അങ്ങനെ വൈറലാക്കണ്ട. ഇവിടെ 2 വൈറലായത്, ഒന്ന് സുമതിയും ഷീല്, 2 പെൺപിള്ളേര്. അതല്ല, പിന്നെ ഇത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും, നമുക്ക് കുറെ ലൈക്ക് കിട്ടും. അങ്ങനെ നീ ഉണ്ടാക്കണ്ട. എന്റെ ഭാര്യനെ ഫേസ്ബുക്കിനകത്ത് 10 ലക്ഷങ്ങൾ പേര് കാണണ്ട. കല്യാണത്തിന് ഇവിടെ 2500 പേരുടെ മുന്നിൽ നിന്ന് ഞാൻ അവിടെ തടി കിട്ടി. എത്ര പേര് കണ്ടാ മതി? ഒരുപാട് നാണിച്ച നിമിഷങ്ങളാണ്. കൂടുതൽ അങ്ങനെ ഉണ്ടാക്കണ്ട. അമ്മച്ചി നല്ല സൂപ്പറായിട്ട് പാടുന്നു. ഇവിടെ പാടുന്നേ, അതിന്റെ എന്നാ നീ ഒന്ന് പാടിക്കേ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെറിയ പാടുമായിരുന്നു. അത് വലുതായപ്പോഴും ഇങ്ങനെ പാടാറില്ല. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പച്ചൻ അരപ്പാവാട ഇടിയിച്ച് പുറമോട്ട് കുത്തുന്ന ബ്ലൗസും ഒക്കെ കുത്തി 2 സൈഡിലോട്ട് മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ട് കൺമഷി കൊണ്ട് കണ്ണെഴുതി ആരും കണ്ണു വെക്കാതിരിക്കാൻ വേണ്ടി ഒരു പൊട്ട് സ്പോട്ട് ഒരു കറുത്ത പൊട്ടൊക്കെ ഇടിച്ച് എന്നെ അപ്പച്ചനും അമ്മച്ചും പാടിക്കാൻ ക്ലബിൽ കൊണ്ടുപോകായിരുന്നു. അന്ന് ഒരുപാട് സമ്മാനങ്ങളും സോപ്പൂട്ടിയൊക്കെ കിട്ടുമായിരുന്നു. അപ്പച്ചനും അമ്മച്ചും പോയ ശേഷം എല്ലാരും
എല്ലാവരും കൊണ്ടുപോയില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ വന്ന തല കയറിയ ശേഷം മുതൽ ഞാനിവിടെ ഇപ്പോൾ തന്നെ ഇരിക്കും. ഞാൻ സൈക്കിൾ ഞാൻ കാണിക്കാൻ കൊണ്ടുപോയില്ലേടി? കണ്ടോ വലിയ കാര്യമാണ് സൈക്കിൾ ഞാൻ കാണിക്കാൻ കൊണ്ടുപോയത്. അവിടെ പാട്ടില്ലേ? പാട്ട് റെക്കോർഡ് ഡാൻസും ഇല്ലേ? ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരില്ല, അവരെയൊക്കെ വലിയ ഇഷ്ടം. നീ മുമ്പ് നീ ഞാൻ പാട്ടൊന്നും അമ്മച്ചി പാടിക്കേ, നമുക്ക് എടുത്ത് വീഡിയോ എടുത്ത് നമുക്ക് വൈറലാക്കാം. പാട് ഒന്ന് പറയാ. അന്നാ നീ ഒന്ന് പാടി, അവന്റെ ആഗ്രഹം. ഞാൻ ഇപ്പൊ പാടിയ മതിയോ? രാജാവായി തീരും നീ ഒരു കാലമോ മനെ കണ്ണാലി മറയ്ക്കു സാമ്രാജ്യം കയ്യോ. പാല് കണ്ട് ഇളച്ചു നോക്കുന്നു, ഞാൻ അറിഞ്ഞില്ല. അയ്യോ അതിനകത്ത് ഇരിക്കുക. കണ്ടോ മോനെ, ഇതാണ് ഇവിടത്തെ കളി. അവള് നല്ല സൂപ്പർ കലാകാരി, നല്ല സൂപ്പർ പാട്ടുകാരി. ഇവൾക്ക് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ പാട്ട്. പക്ഷെ ഇവളെ ലോകം മുഴുവൻ അറിയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അതിനൊരു മാർഗം എനിക്കില്ല. നീ എന്തെങ്കിലും വഴിയിലൂടെ അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അവളെ ഈ ലോകം അറിയിക്കുന്ന ഒരു കലാകാരിയാക്കി തീർക്കുകയോ ചെയ്താൽ എനിക്കും സന്തോഷം, നാടിനും സന്തോഷം, അവക്കും സന്തോഷം.